ഞാൻ വിവാദം ഉണ്ടാക്കരുതെന്ന് മനഃപൂർവ്വം പറഞ്ഞതല്ല. നാം ഒരു ഒറ്റ വാക്ക് എല്ലാം കൂടി പറയാൻ ഇവിടെ സമയമില്ല. ഒറ്റ വാക്കൊന്നും ഒന്ന് ഓർത്ത ഒരു സമൂഹമല്ല നമ്മൾ. നമുക്കെന്തേ വേറെ പഠിപ്പിക്കാൻ സ്ഥാപനം ഇല്ലായിരുന്നു? ഇവരുടെ ഈ സ്ഥാപനത്തിൽ തന്നെ കൊണ്ടേ പഠിപ്പിക്കണം. തട്ടയിടാൻ പാടില്ല എന്ന നിയമമുള്ള ആ സ്ഥാപനത്തിൽ തന്നെ കൊണ്ടേ പഠിപ്പിക്കണം. എന്നിട്ട് കുറെ കഴിയുമ്പോൾ എനിക്ക് തട്ടയിടണം. ഉസ്താദിന്റെ ഒന്നാമത്തെ ഭാഗം ഇതാണ്. അദ്ദേഹം പറയുന്നത്, ഈ ക്രൈസ്തവരുടെ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി നിങ്ങൾ എന്തിന് നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിച്ചു? ഇതാണ് അദ്ദേഹം ഒന്നാമത്തെ ചോദ്യം. അദ്ദേഹം പറയുന്നതിനൊരു കാരണമുണ്ട്. ഈ സ്കൂളിൽ തട്ടമിടാൻ സാധിക്കില്ല, ഹിജാബ് ധരിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. അഡ്മിഷൻ്റെ സമയത്തും നിങ്ങൾക്കത് അറിയാമായിരുന്നു. എന്നാൽ അതിനെ നിങ്ങൾ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തു. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? നമുക്ക് നമ്മുടെ സ്ഥാപനങ്ങളില്ലേ? അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം ചോദിക്കുന്നതാണ്, നമുക്ക് നമ്മുടെ സ്ഥാപനങ്ങളില്ലേ? നമ്മുടെ വിദ്യാലയങ്ങളിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചാൽ പോരെ? അദ്ദേഹത്തിൻ്റെ ചോദ്യം ന്യായമാണ്. കാരണം ഒരു മുസ്ലിം കുട്ടി ഒരു മുസ്ലിം സ്കൂളിൽ പഠിക്കണമെന്നാണ് ഉസ്താദ് ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നത്, അവിടെയാണെങ്കിൽ നമുക്ക് നമ്മുടെ മതപരമായ ആചാര അനുഷ്ഠാന രീതികൾ തുടരാം. അതേസമയം ഒരു ഹിന്ദുവിൻ്റെ സ്കൂളിലോ ഒരു ക്രിസ്ത്യാനിയുടെ സ്കൂളിലോ നമ്മൾ നമ്മുടെ കുട്ടികളെ വിട്ട് പഠിപ്പിച്ചാൽ നമുക്ക് വേണ്ട രീതിയിലുള്ള മതസ്വാതന്ത്ര്യം ലഭിക്കില്ല. അതുകൊണ്ട് ഉസ്താദ് ആഹ്വാനം ചെയ്യുന്നത്, നമ്മുടെ മുസ്ലിം കുട്ടികളെ നമ്മുടെ സ്കൂളുകളിൽ മാത്രമേ വിട്ടു പഠിപ്പിക്കാവുള്ളൂ. അതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ വാദഗതി. അപ്പോൾ വേറൊരു കാര്യം കൂടെ, ഒരു ഹിന്ദു ചിന്തിക്കുകയാണ്, എൻ്റെ കുട്ടിയെ ഞാൻ ഒരു മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിൽ പഠിപ്പിക്കില്ല. ഈ അടുത്ത ദിവസം തന്നെ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമുണ്ടായി. എന്താണ് വിവാദം? ഒരു കുട്ടിയെ ഇരുട്ടുമുറിയിലിട്ടു. അതൊരു വലിയ പ്രശ്നമായിരുന്നു. എന്നാൽ അത് മാധ്യമങ്ങൾ വേണ്ട രീതിയിലുള്ള ചർച്ച ചെയ്തില്ല. അത് അവർ ഒതുക്കിക്കളഞ്ഞു. അപ്പോൾ മുസ്ലിം മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു സ്കൂളിൽ ഒരു ക്രിസ്ത്യൻ കുട്ടി പഠിക്കണ്ട എന്ന് അവരുടെ രക്ഷകർത്താവ് തീരുമാനിക്കുകയും ഒരു മുസ്ലിങ്ങൾ നടത്തുന്ന ഒരു സ്കൂളുകളിൽ ഹിന്ദുവിൻ്റെ ഒരു കുട്ടിയെ പഠിപ്പിക്കണ്ട എന്ന് അവർ തീരുമാനിക്കുകയും ചെയ്താൽ എത്രമാത്രം മതപരമായ ധ്രുവീകരണം ഉണ്ടാകും എന്ന് ചിന്തിക്കുക. അതോടൊപ്പം തന്നെ ഒരു മുസ്ലിമിൻ്റെ കടയിൽ നിന്ന് ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ സാധനങ്ങൾ വാങ്ങിക്കുകയില്ല എന്ന് തീരുമാനിച്ചാൽ ഈ മുസ്ലിങ്ങളുടെ കടകളെല്ലാം